കേരളത്തിൽ കെഎസ്ഇബിയുമായി സഹകരിച്ച് പുതിയ വികസന പദ്ധതികൾക്ക് രൂപം നൽകുകയാണ് ബജാജ് ലൂമിനേഴ്സ്. കമ്പനിയുടെ പ്രസിഡന്റ് CGS മണി പുതിയ വികസന പദ്ധതികളെക്കുറിച്ച് മണി ടൈമിനോട് സംസാരിച്ചു. സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് വിവിധ പദ്ധതികളാണ് ബജാജ് ഇലക്ട്രിക്കൽസിന്റെ ഉപസ്ഥാപനമായ ബജാജ് ലൂമിനേഴ്സ് നടപ്പിലാക്കുന്നത്. വൈദ്യുതി ക്ഷാമം അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായതിനാൽ തന്നെ ഊർജ്ജ സംരക്ഷണത്തിനാണ് കേരളത്തിൽ ബജാജ് ലൂമിനേഴ്സ് മുൻഗണന നൽകുന്നത്. കേരളത്തിൽ സർക്കാരുമായി ചേർന്ന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കായി 10 ലക്ഷം CFL ലാമ്പുകൾ വിതരണം ചെയ്യുന്ന പദ്ധതി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ബജാജ് ലൂമിനേഴ്സ്. വെറും 45 ദിവസം കൊണ്ട് KEB ആവശ്യപ്പെട്ട 10 ലക്ഷം CFL ലാമ്പുകളും വിതരണം ചെയ്യാനായത് തങ്ങളുടെ വലിയ നേട്ടമാണെന്ന് ബജാജ് ഇലക്ട്രിക്കൽസിന്റെ പ്രസിഡന്റ് CGS മണി പറയുന്നു. അത് ഗവൺമെൻറ്റിൻ്റേതായ ഒരു പദ്ധതിയായിരുന്നു. വേൾഡ് ബാങ്ക് എയ്ഡ് ഉണ്ടായിരുന്നു. അതിനനുസൃതമായി ഞങ്ങളായിട്ട് ഈ സാധാരണ എല്ലാ ഗവൺമെൻറ് ഇത് വരുന്ന മാതിരി ഇത് കരാറുകൾ ക്ഷണിക്കുകയും ആ കരാറിൽ ക്ഷണിക്കപ്പെടുന്നവരെ പ്രീ ക്വാളിഫൈ ചെയ്യുകയും അതിൽ കമ്പനിക്കുള്ള എക്സ്പീരിയൻസ്, ഇലക്ട്രിക്കൽ ലൈനിലുള്ള എക്സ്പീരിയൻസ്, ക്വാളിറ്റി റിലേറ്റഡ്, പിന്നെ വ്യാപാര ശൃംഖല. ബിക്കോസ് ഇത് സാധനം കൊടുത്തിട്ട് പിന്നെ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനെ സർവീസ് ചെയ്യാൻ നമുക്കൊരു അവസരം ഉണ്ടാവണം. അപ്പോൾ അതിനനുസൃതമായ വ്യാപാര ശൃംഖലയുള്ളവർ, പരിചയസമ്പന്നർ, അങ്ങനെയുള്ള കുറേ കമ്പനികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ ഞങ്ങൾക്ക് എല്ലാ മാനദണ്ഡങ്ങളും വിജയിച്ച് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. സംസ്ഥാന സർക്കാരുമായി ചേർന്ന് സംസ്ഥാനത്ത് കൂടുതൽ പേർക്ക് CFL ലാമ്പുകൾ വിതരണം ചെയ്യുന്നതിനായുള്ള പുതിയ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. 1.5 കോടി CFL ലാമ്പുകൾ വിതരണം ചെയ്യാനാണ് പുതിയ പദ്ധതി. ഇപ്പോൾ നേരത്തെ അവർ 10 ലക്ഷം വാങ്ങിച്ചതിൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ട് ഇപ്പോൾ അവർ വാങ്ങിക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് 1.5 കോടി ബൾബാണ് വാങ്ങിക്കാൻ പോകുന്നത്. അതിൻ്റെ 1.5 കോടി ബൾബ് വാങ്ങിക്കാനുള്ള ഒരു ടെൻഡർ ഗവൺമെൻറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിലും ഇതേമാതിരി പല കമ്പനികളും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങളുടേതായ രീതിക്ക് അതിൽ ഭാഗമാക്കാനുള്ള എല്ലാ ശ്രമവും നടത്തും. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ ബജാജ് ഇലക്ട്രിക്കൽസിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതായി CGS മണി പറഞ്ഞു. ലാഭയിനത്തിൽ മുൻവർഷത്തേക്കാൾ 60% വളർച്ച കൈവരിക്കാനായതായും അദ്ദേഹം അറിയിച്ചു. മാന്ദ്യത്തെ അതിജീവിക്കാൻ കമ്പനിക്കായതാണ് ഇതിന് കാരണമായതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. 2250 കോടി രൂപയുടെ വിറ്റുവരവാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ബജാജ് ഇലക്ട്രിക്കൽസ് ലക്ഷ്യം വയ്ക്കുന്നത്. സെയിൽസിൽ ഒരു 15% ഗ്രോത്ത് ഉണ്ടായിരുന്നു. പ്രോഫിറ്റിൽ ഓൾമോസ്റ്റ് 60% ഗ്രോത്ത് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. അതിൽ എല്ലാ ബജാജുമായി ബന്ധപ്പെട്ട എല്ലാ ബിസിനസ്സുകളുടെയും ലാഭവിഹിതം നന്നായിരുന്നു ഇപ്രാവശ്യം. അതൊരു നല്ലൊരു പ്രകടനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഈ സാമ്പത്തിക മാന്ദ്യത്തിനെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റി. വിപണിയിൽ കൂടുതൽ കമ്പനികൾ കടന്നുവരുന്നത് സ്വാഗതാർഹമാണെന്ന് CGS മണി പറഞ്ഞു. ആരോഗ്യകരമായ മത്സരത്തിന് ഇത് വഴിയൊരുക്കുമെന്നും ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മറ്റുള്ള കമ്പനികൾ വരുന്നതിനെ ബജാജ് ഇലക്ട്രിക്കൽസ് ഞങ്ങളുടെ കമ്പനി സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ മറ്റുള്ളവർ വരുമ്പോഴാണ് ഞങ്ങളിലുള്ള നല്ലത് കുറച്ചുകൂടി പുറത്തു വരുന്നത്. പിന്നെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് എല്ലാവർക്കും സ്കോപ്പുണ്ട്. എത്ര കമ്പനി വന്നാലും നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ചും ജനങ്ങൾക്ക് അനുസൃതമായ ക്വാളിറ്റിയും പ്രോഡക്റ്റും കൊടുക്കാമെന്നുണ്ടെങ്കിൽ അതിനനുസൃതമായ പ്രോഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആർക്കും കടന്നു വരാവുന്നതാണ്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ മൂല്യങ്ങളുണ്ട്. ആ മൂല്യത്തിനനുസരിച്ചിട്ട് അതിനനുസൃതമായ ബിസിനസ്സാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഊർജ്ജ സംരക്ഷണത്തിന് ഇത്തരം ലാമ്പുകൾ കൂടുതലായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇനിയുമേറെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സർക്കാരും മറ്റ് സംഘടനകളും ശ്രമിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.